السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അത് മാത്രമല്ല, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഅ്മിനീങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. അതിൽ അല്ലാഹു നമ്മളെ പേര് അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനം അല്ലാഹു നൽകട്ടെ. സ്റ്റേജിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് തങ്ങന്മാരുണ്ട്, ഒരുപാട് പരിചയമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. ഒരാളെ പേര് ഞാൻ പറഞ്ഞാൽ മറ്റേത് പറഞ്ഞതിൽ കുരുത്തകടായിപ്പോ. ഞാൻ ഇവിടെ ഇരുന്നില്ല, അതെന്താ കാര്യോ, എൻ്റെ കുറെ കൂടെ പ്രവർത്തികൾ നിൽക്കുന്നുണ്ട്. അവരെ മുന്നിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? അള്ളാഹു എനിക്ക് തന്ന ഏറ്റവും വലിയ ഞാമത്താണിത്. അള്ളാഹു മരിക്കണ അള്ളാഹു നിലനിർത്തി തരട്ടെ. ജനക്ക് നിങ്ങൾ നോക്കാൻ എന്താണ് ഈ ജനക്കൂട്ടം, എന്താണ് ഇപ്പത്? അൽഹംദുലില്ലാഹ്, ഇന്ന് എത്രയോ നന്മകള് എനിക്ക് ഈ സമൂഹത്തിന് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. എന്നിലൂടെ ഒരുപാട് ആൾ രക്ഷപ്പെട്ടു. ഇവിടുന്ന് അങ്ങോട്ടും അള്ളാഹു ഒരുപാട് ആൾ രക്ഷപ്പെടുത്താനുള്ള കഴിവും സമ്പത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ. പക്ഷേ നൂറെ ഹബീബിന്റെ ഈ മജ്‌ലിസിൽ നിക്കാഹിന് വന്ന ഒരുപാട് ആളിനെ പരിചയമില്ലാത്തവരുണ്ട്, പിന്നെ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇന്ന് 11 മക്കള് നിക്കാഹാണ്. 15 ആയിരുന്നു, 15 മക്കളായിരുന്നു. 3 കുട്ടികള് അവര് പറഞ്ഞു ഞങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റൂല, നിക്കാഹ് ഞങ്ങള് കഴിഞ്ഞ് ഇവിടെ വരും, സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ തന്നാൽ മതിയാ. ഞാൻ പറഞ്ഞു അത് നടക്കൂല. അങ്ങനെ 3 കുടുംബത്തൊഴിവാക്കി. അങ്ങനെ 12 നമ്മൾ തീരുമാനിച്ചു. 12 പേർക്കുള്ള സ്വർണ്ണാഭരണ തയ്യാറാക്കിക്കൊണ്ടുവന്നു. അതിൽ ഇന്നലെ ഒരു പുതിയ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. ഇന്നവര് ചില സാങ്കേതിക കാരണത്താൽ എന്തില്ല, അവർക്ക് എത്താൻ കഴിയില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ മിനിഞ്ഞാന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇൻഷാ അല്ലാഹ് എന്താ പറയുക, നമ്മള് പുതിയ പിള്ളേർ 11 എത്തിയോ? കൂടുതലൊന്നും ഇന്ന് ദ്വായാണ് ഇവിടെ മെയിൻ. ദ്വാ കാരണം എന്താ അറിയോ, 5 പവനും ഈ കുട്ടികൾക്കുള്ള ഭക്ഷണം, പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഞാനല്ല വാങ്ങിയത്. ഈ ഇരിക്കുന്ന 10,000-കണക്കിന് ആളുകളും നൂറെ ഹബീബിന്റെ മുത്തുമണികൾ തന്നതാ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച, കേൾക്കണട്ടങ്ങള്, എനിക്കൊരു തുല്യ ഇതൊക്കെ തന്നത് ഈ ഇരിക്കുന്ന നിങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ ഉന്നത പദവി അല്ലാഹു നൽകട്ടെ. അറിയോ, 1000-കണക്കിന് ലക്ഷനാണ് വന്നത്, 1000-കണക്കിന് ലക്ഷനാണ്. ഞാൻ പാവപ്പെട്ട ഈ മക്കളെയും പാവപ്പെട്ടവരും ഞാൻ കല്യാണം കഴിച്ചു വിടുന്നുണ്ട് പറഞ്ഞപ്പോ 1000-കണക്കിന് ലക്ഷനാണ്. ഓരോ ദിവസവും രാത്രി പോലും എന്റെ വീടിന്റെ ഉമ്മറത്ത് വന്നിട്ട് ബെല്ലടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയും, ഇപ്പൊ കാണാൻ വന്നത് തങ്ങളെ നേരം വെളുത്ത് വൈകുന്നേരം വരെ നിങ്ങളെ കാണാൻ ഒരാൾക്ക് പറ്റലില്ല. അത്രയും ജനാണ് നിങ്ങളൊക്കെ. അതുകൊണ്ട് ഈ സമയത്തോട് നിങ്ങൾ പൊറുക്കണം. എന്റെ കുട്ടി മാപ്പല്ല, അനാഥരാണ്, അഗതികളാണ്, ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരും വന്ന് ഞങ്ങൾ അന്വേഷണങ്ങൾ നടത്തി. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തതാണത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈ മക്കൾക്ക്, ആ പെണ്ണു മക്കൾക്ക് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കുള്ള അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. അറിയോ, ഇതൊന്നും വെറുതെ ആവൂല.
ഞാൻ ഈ ജനസാഗരം കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. അല്ലാഹു തന്ന ഈ നിഅമത്ത് പടച്ച റബ്ബേ ഞാൻ എത്ര സ്തുതിച്ചാലും മതിയാവൂല. ഇന്ന് 100 ചില്ല പവൻ സ്വർണം മാത്രമായിട്ടോ ഞാൻ പറയണേ. ഞാൻ ഇന്നവരെ അല്ലാഹു സാക്ഷിയാക്കി ഒരു മുതലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നെ അറിയുന്നവർക്കറിയാം, അറിയാത്തവർ വിമർശിക്കും, അറിയാത്തവർക്കറിയാം എന്നെ കുറിച്ച്. അതുകൊണ്ടാണല്ലോ ഞാൻ ചില ആളുകൾ പറഞ്ഞിട്ട് പൈസ വന്നു. ഉസ്താദ് പറഞ്ഞു പിരിവിന്റെ വിഷയം ഞാൻ പറയുന്ന ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, പൈസ ഒരാളോട് പൈസ ചോദിക്കരുത്. എനിക്കറിയോ, എന്റെ നൂറെ ഹബീബിനെയും ഉച്ചമണികൾ ഞാൻ 17ഓളം വീട് ഞാൻ ഒരുമിച്ച് നൽകി. കേൾക്കണം, 17ഓളം എന്റെ പഞ്ചായത്തില് ഒരു വീടില്ല. അത് എങ്ങനെ ഈ 17 വീടുകളും ഞാൻ നിർമ്മിച്ചു കൊടുത്തു. 2.5 കോടി രൂപന്റെ ചെലവാണ്. അതിന് സ്ഥലമില്ലാത്ത എന്റെ നാട് മണലടിയാണ്, മണ്ണാർക്കാട്. അവിടെ ഭർത്താവിന്റെ കൂടെ ഭാര്യ കടന്നിറങ്ങാ. ഭാര്യ 5 മാസം ഗർഭിണിയാ. പെട്ടെന്ന് സ്റ്റോക്ക് വന്നു. ഭർത്താവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം മരണപ്പെട്ടു. ഇരിക്കാൻ വീടില്ല. ആ കമ്മിറ്റിക്കാരനെ സമീപിച്ചു, സ്ഥലവും വീട് നിർമ്മിച്ചു കൊടുത്തു. എന്റെ പഞ്ചായത്തില് പാവങ്ങൾ 3 മക്കളാ, ചെറിയ പൈതങ്ങളാ. ആ മക്കൾക്ക് വേണ്ടി മലേഷ്യത്തിന് പോയതാണ്. വണ്ടി അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ഓലിക്ക് വീട് കോട്ടപ്പാടം പഞ്ചായത്തിൽ 2 വീടാ അല്ലെ. അതും എത്ര സ്ക്വയർ ഫീറ്റ്, അതിമനോഹരമാ. എന്റെ പരമ്പരത്തെ രസമല്ല. അറിയോ, ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അള്ളങ്ങളെ എന്ത് നിഅമത്ത റബ്ബേ തങ്ങളെ റബ്ബ് തന്നതെന്ന്. ഒരു ദിവസം എന്നെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാ. ഇത് കണ്ടോള്, ജനസാഗരം അത് റബ്ബ് തന്നൊരു നിഅമത്താ. ഞാൻ യതീമായി വളർന്നവനാ. ഞാൻ പീഡിയക്കുലായി കടന്നിറങ്ങിയിട്ടുണ്ട്. വാപ്പില്ലാതെ മണ്ണാർക്കാട് ദാറുൽ ജദ്ദിഹാനിൽ പഠിച്ചിട്ടുണ്ട്. യതീം എന്ന് പറഞ്ഞാല് ഒരു കുപ്പായ ഇടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു കുപ്പായം എന്റെ ഉമ്മയുടെ നാടാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഞാൻ ഈ മക്കളെ കെട്ടിക്കാന് തീരുമാനം. ഒരു കാലത്ത് എന്റെ ഉമ്മയും എന്റെ പെങ്ങളെ കെട്ടിക്കാൻ കൈനീട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, പടച്ച റബ്ബ് എന്തെങ്കിലും എനിക്കൊരു നിഅമത്ത് തന്ന ഞാൻ നന്മകൾ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് എനിക്ക് മണ്ണാർക്കാട് വിലക്ക് വാങ്ങും. എന്നാൽ എന്റെ ആധാരം ബാങ്കിലാട്ടോ. അത് കേട്ടോ, അല്ലാഹു ഒരു മുതലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേണ്ടേനു. ഇന്നും ഒരുപാട് പള്ളികള്, ഒരുപാട് മദ്രസകള്, ഒരുപാട് മക്കള്, ഒരുപാട് ആളുകള് എന്തുണ്ട് ഈ നൂറ്. അതൊക്കെ ഞാനൊരു നിമിത്തം മാത്ര. പക്ഷേ ഈ പൈസകളൊക്കെ തരുന്നത് ഈ ഇരിക്കുന്ന 10,000-കണക്കിന് ആളുകളാണ്. എനിക്കൊരൊറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് ഈ വിനീതരെ നിങ്ങൾ കൂട്ടണം. പിന്നെ ചികിത്സക്ക് ആളുകൾ പറയും തങ്ങളെ അവിടെ വന്നിട്ട്. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു നടക്കും, ചില ആളുകൾ ശത്രുക്കൾ പറയുന്നുണ്ട്, എന്റെ അമ്മയത്തെന്തോ കുട്ടിച്ചാത്തണ്ട്. ഈ കുട്ടിച്ചാത്തം പറഞ്ഞപ്പോ നടക്കുത്തരേ. ഞാൻ പറഞ്ഞൊന്നും നടക്കും. ആൾക്കാർ പറയും, ചില ആളുകൾ പറയുന്നുണ്ട് എന്റെ അമ്മയത്ത് ജിന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് എനിക്ക് കറാമത്തുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പോഴും സ്വലാത്തുൽ ഫാത്തിഹ, അതൊരു ബറക്കത്താ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന അല്ലാഹു നിഅമത്ത് നൽകും. ഇപ്പൊ വിവാദങ്ങൾ കണ്ടില്ല യൂട്യൂബിലൂടെ. കഴിഞ്ഞ വർഷമൊക്കെ യൂട്യൂബർമാർ പോലും എന്നെ കണ്ട് ചിരിച്ചിട്ടുണ്ടാവും. കാരണം മൊബൈൽ തുറന്ന് എന്റെ ഫോട്ടോ ഉള്ളൂ. മൊബൈൽ തുറന്ന് ഞാൻ കള്ളനാണ്, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. പഠിച്ചോനെ, ഞാൻ എന്റെ സ്റ്റെയറിംഗ് ഞാൻ പിടിച്ചിട്ടില്ല. 14 പെണ്ണെട്ടി ഒരു പെണ്ണത്തിന് നോക്കാൻ വയ്ക്കില്ല. അത് എന്നെ അറിയുന്ന ആളുകൾക്കറിയാം. 6 ഏക്കർ സ്ഥലം വാങ്ങി
അപ്പോ അങ്ങനെ ഒരു മൊബൈൽ തുറന്ന എന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭാഗ്യമുള്ളവനാ. അല്ല പരാജയപ്പെടുത്തുള്ള പരാജയപ്പെടുത്താതിരിക്കട്ടെ. ഞാൻ ഒരാളെ പേടി പന്തലേറ്റ് പൈസ കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് നോക്കി പന്തലേലുണ്ടോ കുറച്ച് കാത്തിരസിക്കട്ടെ കേട്ടോ. സാറല്ല ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പൊ പടച്ചോൻ പറയാണ് കുറെ ആൾക്കാർ അവിടെ നിൽക്കണ്ട്, നിങ്ങൾ നിൽക്കേണ്ട, അവിടെ ഇരിക്കേണ്ടതായിട്ടാണ് വെയിലെന്ന്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മള് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിക്കാഹിന് നമ്മളെ പോവാന് ദുആ ചെയ്യാനുണ്ട്. ദുആ ചെയ്യുമ്പോ ഒരാളിൽ പോലും പറയാതെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്. 11 സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ചൊല്ലി ദുആ എടുക്കും. തന്നവരും തരാത്തവർക്കും അല്ലാഹു ദാരിദ്ര്യം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. ഇന്നലെ ഒരു ഉമ്മ വന്നു കരിങ്കല്ലത്താനിൽ നിന്ന് പവൻ സ്വർണ്ണാഭരണം കിട്ടി. 100 ചില്ലാൻ പവൻ സ്വർണം. ആൾക്കാർ ഇങ്ങോട്ട് പൊടുന്ന് തല്ലിച്ചെരിയ. പൈസ തരാൻ തിരക്ക് കൂടുന്നുണ്ടെങ്കിൽ ആണുങ്ങൾ കണ്ടോ എന്റെ വീട്ടിലെ അവസ്ഥ? പൈസ തരാൻ തല്ലുകൂടുക, പൈസ തരാൻ. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്കറിയോ, ഞാൻ ഫോൺ വിളിച്ചാൽ ഞാൻ വിചാരിച്ച കേരളത്തിലെ മൊത്തം കുട്ടികളെ കിട്ടിക്ക. ഞാൻ ഫോൺ വിളിച്ചാൽ കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു മഹലൂക്കിന്റെ അടുത്തും പോയിട്ട് ഞാൻ കുറെ കുട്ടികളെ കെട്ടിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ച് പൈസ വാങ്ങാൻ ആരോടും പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയേണ്ട അവസ്ഥ വരുത്താതെ കെട്ടെ. പിന്നെ നമ്മളെ മക്കളെ നിക്കാഹാണ്. അത് മാത്രമല്ല, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണി. ഞാനിങ്ങനെ വരുമ്പോ കയ്യും കാലുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചു, കയ്യോണ്ടൊക്കെ. അത് ചില ആൾക്കാർക്കൊക്കെ MC കൊടുത്തു. എന്നിട്ട് മൊയിലെ വാതിൽ കെട്ടുകയാണ്. അയാളിങ്ങോട്ട് വരും, കയ്യോണ്ടും കാലോണ്ടും ഇങ്ങനെ കാണിക്കും. അൽഹംദുലില്ലാഹ് ഇന്നും വരുമ്പോ ഞാൻ കാണിച്ചു. അതെന്താ അറിയോ മക്കളെ, നിങ്ങളാണ് ഇതിന്റെ ക്രെഡിറ്റ്, നിങ്ങൾക്കാണ്, എനിക്കല്ല. എനിക്കിപ്പോ എന്താ? ഇതിനൊക്കെ കാരണക്കാർ നിങ്ങളാണ്. നിങ്ങൾ തന്ന മുതലാണ്. പിന്നെ നിങ്ങളോട് കൈയോടും കാലോടും കാണിച്ചല്ലേ. അല്ലാഹു അസൂയ കിബ്റ് തരാതിരിക്കട്ടെ. അത് വല്ലാത്തൊരു മരുന്നാണ്. അത് ചൊല്ലുന്ന വീട്ടിലുള്ളാഹു റഹ്മത്തിന്റെ മണിക്കിനാണ് ഇറക്കി തരുന്ന. ഇപ്പോ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാന് എല്ലാവരോടും തമാശ പറഞ്ഞു. ഞാനൊരു ഒറ്റ ഗച്ചപ്പുള്ള ആളൊന്നുമല്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ, നിങ്ങൾ പണിക്കുച്ച ഞാൻ വരും, കൂലിട്ടിയാൽ മതി. അങ്ങനെ വലിയൊരു ഇതൊന്നുമല്ല. അല്ലാഹു കിബ്റ് റബ്ബ് തരാതിരിക്കട്ടെ അല്ലേ, വലിയ പൈസ. അപ്പൊ ഞാന് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പെണ്ണും ഒരു ചെറുക്കനെ ഒളിച്ചോടി പോകാൻ വേണ്ടി തീരുമാനിച്ചു, കോഴിക്കോട്ട്. അപ്പോൾ ഇന്ത്യത്ത് വന്നു കുടുംബം. കേട്ടോളൂ നിങ്ങള്. ആ കുടുംബം എന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കോ. സ്വലാത്തുൽ ഫാത്തിഹ വല്ലാത്തൊരു മരുന്നാണ്. അത് ചൊല്ലുന്ന വീട്ടിൽ അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാർ ഇറക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രേമത്തിന്റെ കഥങ്ങനെ പറഞ്ഞിങ്ങനെ കൂട്ടത്തില് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുണ്ട്. ഹബീബായ മുത്തുനബി ഖദീജയെ കല്യാണം കഴിച്ചൊരു ചരിത്രമുണ്ട്. ആ ചരിത്രങ്ങളെ മൊയിലന്മാർക്ക് ഇടക്ക് തമാശ, റഫീഖ് പൈസയൊക്കെ ഇവിടെ ഉണ്ട്, വയറിപ്പം ഇടക്ക് തമാശ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ലൈവിലെങ്ങനെ പെണ്ണം കൂട്ടല് നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിക്കണോ ചോദിച്ചു. ഇപ്പൊ ലൈവിലല്ലേ, അപ്പൊ ഇങ്ങോട്ട് തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനൊരു കോളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്നെ പ്രേമിച്ചോളിന്നാണ്. പറച്ചോനെ എന്താ ഇപ്പത്? നമുക്ക് പൈസ കൊടുക്കണ്ട കേട്ടാ. അങ്ങനെ കേൾക്ക നിങ്ങള്. കേട്ടോളെ, കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ എന്താക്കി പ്രേമത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ കൊടുത്തില് അതുള്ള കാറ്റ് തരട്ടെ അല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പ്രേമിച്ചോളൂ. അത് പറഞ്ഞ നാവ് ഞാൻ എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പ്രേമിക്കേണ്ടത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതാണ് സ്വർഗത്തിലേക്ക്. അപ്പോ അതങ്ങോട്ട് കട്ട് ചെയ്തിക്ക, എന്നിട്ട് എന്നെ പ്രേമിച്ചോളൂ എന്ന് പറഞ്ഞ മാത്രം എടുത്തിക്ക. എന്റെ കോളിംഗ് ക്ലാസ്സും കേൾക്കണങ്ങള്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷേ ദുനിയാവിൽ മാത്രമല്ല, അള്ള പരാജയപ്പെടുത്തും. അത് ഷെയർ ചെയ്യാൻ കുറെ ആൾക്കാർ. അത് അല്ലാഹു സുബ്ഹാനഹു ഈ മജ്‌ലിസിനെ തകർക്കാൻ 2 വർഷമായി കച്ചകെട്ടി ഇറങ്ങിയ, പക്ഷെ റബ്ബ് ഇങ്ങനെ ഉയർത്തിയുള്ള അല്ലാഹു നിലനിർത്തി തരട്ടെ.
ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയാനുള്ളത് നല്ലോണം നമ്മൾ ദുആ ചെയ്യും, ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. 100 ചില്ല പവൻ ഇവിടെ കിട്ടി. അതില് 60 ചില്ല പവനും കാര്യങ്ങൾ സാധിപ്പിച്ചിട്ടാണ്. പൈസയുണ്ട്, ഒരു പേടിക്കണ്ടതിന് ഇൻഷാ അല്ലാഹ് എൻ്റെ ഗൂഗിൾ പേ അതുപോലെ ഞാൻ ബ്ലോക്ക് ആക്കി വെച്ചു. എന്തറിയോ, ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മള് കുറെ കുട്ടികളെ കെട്ടിക്കണേണ്ട വെച്ചിട്ട് ആൾക്കാർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഉസ്താദ് ഏതാണ് വേസ്താട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ കൂടെ പറപ്പുണ്ട്, പൈസ ചോദിക്കരുതാണ്. ഇൻഷാ അല്ലാഹ് പിരിച്ചിട്ട് എല്ലാവർക്കും നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ പൈസ എവിടെയും പോവില്ല. ഇനി അറിയുന്നവർക്കറിയാം, വിമർശിക്കുന്നവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് വിമർശിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് സങ്കടമില്ല. നമ്മൾ ചെറിയ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി അങ്ങനെ നമ്മളെ നേരം വെക്കുന്നുണ്ടോ? പോട്ടോ, ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ട്ടോ. ഇതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് കണ്ടങ്ങള്. ഇങ്ങനത്തെ അതിമനോഹരമായ ഇതിന്റെ മോഡലൊക്കെ നമ്മളെ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഒരു രസമായോ, ഇഷ്ടമായോ? പുതിയാപ്പിളമാരെ കണ്ടോളി. അല്ലാഹുവിന്റെ കുടുംബം ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇത് എത്രാമത്തെ കല്യാണം ഇവിടെ? 21 11 32 അല്ലേ? 32 മക്കളെ ഇൻഷാ അല്ലാഹ്. ഈ നാട്ടിൽ ഇവിടുന്ന് അതും ഒരാളായിട്ട് ഒരു 10 പൈസ പിരിക്കാതെ, ഒരാളത്ത് പോയി പിരിക്കല്ല കേട്ടോ. ഒരിക്കലും ഒരാൾക്ക് കണ്ടെത്താൻ എന്താ അതിന് മാത്രം എന്നെ വിമർശിക്കാത്തത്? ഓലിക്കറിയാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പാവപ്പെട്ടവർക്ക് സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാളും അത് പബ്ലിസിറ്റി ചെയ്യാൻ പാടില്ല. ഈ മക്കളൊന്നും പാവപ്പെട്ടവരല്ല, ആ പെൺകുട്ടികളുണ്ടല്ലോ, 11 മക്കളും ആയിട്ട് എന്റെ കുട്ടികളാണ്. ആയിട്ടൊക്കെ ഒരുപാട് മുതലുണ്ട്. ഞാൻ മുതലാളിയല്ല, ആൾക്കാരുടെ മുമ്പില് എന്റെ മക്കളാണ് അവര്. അതുകൊണ്ട് പാവമാണെന്ന് പറഞ്ഞിട്ട് ഒരു മഹലൂക്കും എന്ത് ചെയ്യരുത്, ഒരു മഹലൂക്കും അത് പബ്ലിസിറ്റി ചെയ്യരുത് കേട്ടോ പെണ്ണുങ്ങളെ. നമ്മളെ മക്കളാണ് കേട്ടോ. പിന്നെ സഹായിച്ചവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യും. ആ ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. പിന്നെ വേറെന്താ പറയാള്? പിന്നെ എല്ലാവരോടും പറയാം, ഈ മജ്‌ലിസ് തകരൂലട്ടോ. ഹബീബിന്റെ മജ്‌ലിസ് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതൊരു കപ്പലാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളെ വീടിന്റെ അകത്തളത്തിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിക ഖദ്രിഹി വമിഖ്ദാരിൽ അദീം എന്ന് ചൊല്ലുന്ന സലാത്തിന്റെ മജ്‌ലിസ് ഉണ്ടല്ലോ മോളെ, അതൊരു കപ്പലാണ്. അതിന്റെ കപ്പിത്താന്മാർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അത് കപ്പല് മുങ്ങൂല മോനെ, അതിന് ലക്ഷ്യമുണ്ടത് സ്വർഗമാണ്. അതിന് ചെയ്യുന്ന നന്മകളാണ്. പാവപ്പെട്ട മക്കളെ കെട്ടിക്കുന്നത്, പാവപ്പെട്ട മക്കൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത്, പള്ളി നിർമ്മിക്കുന്നതും മദ്രസ നിർമ്മിക്കുന്നതും അല്ലാഹ് അത് നമ്മളെ കൊടുക്കുന്ന നിഅമത്താണ്. അതുകൊണ്ട് ഈ കപ്പല് മുങ്ങൂല മോളെ. ആര് കുറ്റം പറഞ്ഞാലും, ഞങ്ങളെ കുറിച്ച് മോശമായി വീഡിയോ എടുത്ത് നിങ്ങൾ എടുത്തിട്ടാലും, നിങ്ങൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചാലും, ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചാലും, ഷെയർ ചാറ്റിലൂടെ പ്രചരിപ്പിച്ചാലും, أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ നിന്റെ വായികൾക്ക് അല്ലാഹു സീൽ വെച്ചിട്ട് പരലോകത്തിന് ഉത്തരം പറയുക തന്നെ ചെയ്യേണ്ടി വരും. ഒരു സംശയമല്ല. എനിക്കെതിരാരെ കളിച്ചിട്ടുണ്ടോ വലുത് പറയല്ല, ഓൽക്കൊക്കെ പണി കിട്ടിയിരിക്കണം. ഇനി നിങ്ങൾ ഒരുപാട് ആളുകളെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ദുആ ചെയ്യരുത്, അവിടുത്തെ നാവ് കൊണ്ട് പറയരുത്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇൻഷാ അല്ലാഹ് ആര് നമ്മളെ ക്ലിപ്പൊക്കെ കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക, അത് ഷെയർ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഞാൻ പൊരുത്തപ്പെടില്ല കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ നിക്കാഹിലേക്ക് പോവാണ് അടുത്ത ഇൻഷാ അല്ലാഹ്. നിക്കാഹിന് ഇൻഷാ അല്ലാഹ്
ഒരുപാട് പോരായ്മകളൊക്കെ നിങ്ങൾ പൊരുത്തപ്പെടണട്ടോ. പെണ്ണുങ്ങളെ അതൊക്കെ നിങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്ക് സ്വർണം അള്ളാഹു നൽകട്ടെ. ആദ്യം ഈ സ്വർണം കണ്ടങ്ങള് ദിനത്തെ നൂറ് ഹബീബ് പഠിച്ചവനെ അള്ളാഹു നിങ്ങളൊക്കെ നിങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. അത് മാത്രമേ എനിക്ക് പറയുള്ളൂ കേട്ടോ. നമ്മളിതാ ഇൻഷാ അല്ലാഹ് നമ്മളിതാ ഒരു ഹിഫ്ള് കോളേജ് തുടങ്ങുന്നു. നമ്മളിതാ ഒരു യതീംഖാന തുടങ്ങുന്നു. നമ്മളിതാ നമ്മളെ ഉമ്മമാരെ നോക്കാൻ ഒരു ബിൽഡിംഗ് തുടങ്ങുന്നു. അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്ന് കിട്ടുന്ന ബാക്കി ആ സ്ഥലത്തേക്ക് നമ്മൾ എടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ശൈത്താന്റെ ശർറിൽപ്പെട്ടിട്ട് അല്ലാഹുവേ ഞങ്ങൾ ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് വരുത്താതിരിക്കട്ടെ. തന്നവർക്ക് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് എല്ലാവരും 2 കുപ്പി തേന് വാങ്ങിയാൽ നമുക്ക് എന്ത് ഒന്നും പാട് ഉഷാറാകും. പിന്നെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ വിചാരിച്ചവര് തിങ്കളാഴ്ചക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ മാസം 28-ാം തീയതി ഇൻഷാ അല്ലാഹ് 15 കുട്ടികളെ കല്യാണം. പേടിച്ചണ്ട, ഞങ്ങളൊന്നും തരണ്ട. ഈ തരണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാര് വാരിക്കോരി തരിക. എൻ്റെ വീട്ടിലെ അള്ളാഹു തന്ന നിഅമത്താണ്. ആൾക്കാരിങ്ങനെ കൊണ്ടുതരിക സ്വർണ്ണാഭരണങ്ങളും. ഇത്രയും സാക്ഷികളാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അത് പറ്റൂല. തൊഴിലുറപ്പിന്റെ ആൾക്ക് ഓരോരുത്തരും കൊടുന്നേ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. ഒരുപാട് ഇപ്പം നേരം വെളുത്തിട്ടേ എന്നോട് ഒരു ഉമ്മ വിളിച്ചു പറഞ്ഞു, വട്ടോളിയിൽ ഒരു മൊയിലേതാണ് തങ്ങൾ എനിക്ക് ഇത് അയച്ചെന്നത്. എന്നിട്ട് അതിന്റെ ബാക്കി ആൾ കേട്ടിട്ടില്ല. ക്ലിപ്പ് കട്ടാക്ക്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വയനാട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഒന്നു കൊടുക്കാൻ എന്തില്ല, കിണറില്ല പള്ളിക്ക്. നിങ്ങൾ ഒരുപാട് ആൾക്ക് ഇങ്ങനെ ഉപകാരം ചെയ്യുന്നല്ലേ. നിങ്ങൾ നൂറ് ഹബീബിന്റെ മുത്തുമണികൾ ഇതൊന്നും നിങ്ങൾ അറിയില്ല. നിങ്ങൾ മുത്തുമണികൾ എന്ന് പറയുന്നില്ല. ഐറ്റയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്. എന്നെ നിങ്ങളെ നൂറ് ഹബീബിന് വേണ്ടി ഒരു കിണർ നിങ്ങൾ എനിക്ക് നിർമ്മിച്ച് തരുമോ പള്ളിക്ക്? ഞാൻ എത്ര ലക്ഷം റുപ്യ ചോദിച്ചു. എന്നോട് 2 ലക്ഷം റുപ്യ ആണ്. എത്ര? അപ്പൊ ഇൻഷാ അല്ലാഹ് നൂറ് ഹബീബിന്റെ മുത്തുമണികളെ നിങ്ങളോട് പറയട്ടോ. ഇൻഷാ അല്ലാഹ് വലിയൊരു കിണർ, 2 ലക്ഷം രൂപയുടെ കിണർ ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുക്കാൻ തീരുമാനിച്ചു. കിണറിന്റെ പണി തുടങ്ങി, വെള്ളം കണ്ടു. അതിന്നൊക്കെ ഖിയാമത്ത് നാൾ വരെ ഒന്നും ചെയ്യുമ്പോ അതൊന്നും പിരിച്ച പൈസ അല്ല കേട്ടോ, അതൊക്കെ എന്റെ പൈസ. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് പടച്ച റബ്ബ് നിങ്ങൾക്ക് തരട്ടെ. അതിന്ന് ഖിയാമത്ത് നാൾ വരെ ഒന്നും എടുക്കുമ്പോ അതിന്റെ ഫതിൽ ആർക്കാ കിട്ടുക? അങ്ങക്കാ കിട്ടുക കേട്ടോ. ആ വയനാട്ടിലേക്ക് 1 ലക്ഷം ഞാൻ കൊടുത്തു. 1 ലക്ഷത്തിന്റെ ചെക്ക് ഇവിടെ വെച്ച് കൊടുക്കും. ആൾക്കാർ വയനാട്ടിൽ വന്നിക്കണോ? വയനാട്ടിൽ വന്നിക്കണോ? ഇല്ലേ? 1 ലക്ഷം ലാഭമായി പഠിച്ചോനെ. എവിടെ? പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കാലില്ലാത്തവർക്ക് വണ്ടി കൊടുക്കലുണ്ട്. നിങ്ങളാരും വരണ്ടിട്ടോ, നിന്റെ അടുത്ത് വണ്ടിയില്ല. അപ്പോ ഒരു കാല് മുറിച്ചൊരു സഹോദരനോട് വന്നിട്ട് പറഞ്ഞു, ഒരുപാട് നന്മ ചെയ്യുന്നില്ലേ, ഒരു വണ്ടി ഞങ്ങൾക്ക് തരുമോ? ആ കാക്കണ്ടോ? എവിടെ? ഒന്ന് ഇങ്ങോട്ട് വരാൻ വെച്ചോ, ഒന്ന് വരാൻ പറയും. 2 സുബ്ഹാനല്ലാഹ് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, അല്ല നിങ്ങൾക്ക് തരുന്ന എത്ര പേര് നിഅമത്തുണ്ടോ? എനിക്ക് റബ്ബ് തരുന്ന നിഅമത്ത് പോലെ പാവപ്പെട്ടവരെ സഹായിച്ചതാണ്. പാവപ്പെട്ടവർക്ക് സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാളും അത് പബ്ലിസിറ്റി ചെയ്യാൻ പാടില്ല. ഈ മക്കളൊന്നും പാവപ്പെട്ടവരല്ല. ആ പെൺകുട്ടികളുണ്ടല്ലോ, 11 മക്കളും അയറ്റ എന്റെ കുട്ടികളാണ്. അയറ്റക്ക് ഒരുപാട് മുതലുണ്ട്. ഞാൻ മുതലാളിയല്ല, ആൾക്കാരുടെ മുമ്പില് എന്റെ മക്കളാണ് അവര്. അതുകൊണ്ട് പാവമാണെന്ന് പറഞ്ഞിട്ട് ഒരു മഹലൂക്കും എന്ത് ചെയ്യരുത്, ഒരു മഹലൂക്കും അത് പബ്ലിസിറ്റി ചെയ്യരുത് കേട്ടോ. പെണ്ണുങ്ങളെ നമ്മളെ മക്കളാണ് കേട്ടോ. പിന്നെ സഹായിച്ചവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യും. ആ ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. പിന്നെ വേറെന്താ പറയാള്? പിന്നെ എല്ലാവരോടും പറയാം, ഈ മജ്‌ലിസ് തകരൂലട്ടോ. ഹബീബിന്റെ മജ്‌ലിസ് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതൊരു കപ്പലാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളെ വീടിന്റെ അകത്തളത്തിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ
سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم എന്ന് ചൊല്ലുന്ന സലാത്തിന്റെ മജ്‌ലിസുണ്ടല്ലോ മോളെ, അതൊരു കപ്പലാണ്, അതിന്റെ കപ്പിത്താന്മാർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അത് കപ്പല് മുങ്ങൂല മോനെ, അതിന് ലക്ഷ്യമുണ്ടത് സ്വർഗമാണ്. അതിന് ചെയ്യുന്ന നന്മകളാണ്. പാവപ്പെട്ട മക്കളെ കെട്ടിക്കുന്നത്, പാവപ്പെട്ട മക്കൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത്, പള്ളി നിർമ്മിക്കുന്നതും മദ്രസ നിർമ്മിക്കുന്നതും അല്ലാഹ് അത് നമ്മളെ കൊടുക്കുന്ന നിഅമത്താണ്. അതുകൊണ്ട് ഈ കപ്പല് മുങ്ങൂല മോളെ. ആര് കുറ്റം പറഞ്ഞാൽ, ഞങ്ങളെ കുറിച്ച് മോശമായി വീഡിയോ എടുത്ത് നിങ്ങൾ അതെടുത്തിട്ടാലും, നിങ്ങൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചാലും, ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചാലും, ഷെയർ ചാറ്റിലൂടെ പ്രചരിപ്പിച്ചാലും, أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ നിന്റെ വായികൾക്ക് അല്ലാഹു സീൽ വെച്ചിട്ട് പരലോകത്തിന് ഉത്തരം പറയുക തന്നെ ചെയ്യേണ്ടി വരും. ഒരു സംശയമല്ല. എനിക്കെതിരാരെ കളിച്ചിട്ടുണ്ടോ വലുത് പറയല്ല, ഓൽക്കൊക്കെ പണി കിട്ടിയിരിക്കണം. ഇനി നിങ്ങൾ ഒരുപാട് ആളുകളെ പറഞ്ഞിട്ടുണ്ട്, എതിരെ ദുആ ചെയ്യരുത്, അവിടുത്തെ നാവ് കൊണ്ട് പറയരുത്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇൻഷാ അല്ലാഹ് ആര് നമ്മളെ ക്ലിപ്പൊക്കെ കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക, അത് ഷെയർ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഞാൻ പൊരുത്തപ്പെടില്ല കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ നിക്കാഹിലേക്ക് പോവാണ് അടുത്ത ഇൻഷാ അല്ലാഹ്. നിക്കാഹിന് ഇൻഷാ അല്ലാഹ് ഒരുപാട് പോരായ്മകളൊക്കെ നിങ്ങൾ പൊരുത്തപ്പെടണട്ടോ പെണ്ണുങ്ങളെ. അതൊക്കെ നിങ്ങളാണ്. അല്ലാഹു നിങ്ങൾക്ക് സ്വർണ്ണം അല്ലാഹു നൽകട്ടെ. ഈ സ്വർണ്ണം കണ്ടങ്ങള് ദിനത്തെ നൂറ് ഹബീബ് പഠിച്ചവനെ അല്ലാഹു നിങ്ങളൊക്കെ നിങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. അത് മാത്രമേ എനിക്ക് പറയുള്ളൂ കേട്ടോ. നമ്മളിതാ ഇൻഷാ അല്ലാഹ് നമ്മളിതാ ഒരു ഹിഫ്ള് കോളേജ് തുടങ്ങുന്നു, നമ്മളിതാ ഒരു യതീംഖാന തുടങ്ങുന്നു, നമ്മളിതാ നമ്മളെ ഉമ്മമാരെ നോക്കാൻ ബിൽഡിംഗ് തുടങ്ങുന്നു. അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്ന് കിട്ടുന്ന ബാക്കി ആ സ്ഥലത്തേക്ക് നമ്മൾ എടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ശൈത്താന്റെ ശർറിൽപ്പെട്ടിട്ട് അല്ലാഹുവേ ഞങ്ങൾ ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് വരുത്താതിരിക്കട്ടെ. തന്നവർക്ക് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് എല്ലാവരും 2 കുപ്പി തേന് വാങ്ങിയാൽ നമുക്കെന്ത് ഒന്നും പാട് ഉഷാറാകും. പിന്നെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ വിചാരിച്ചവര് തിങ്കളാഴ്ചക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ മാസം 28-ാം തീയതി ഇൻഷാ അല്ലാഹ് 15 കുട്ടികളെ കല്യാണം. പേടിച്ചണ്ട, ഞങ്ങളൊന്നും തരണ്ട. ഈ തരണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വാരിക്കോരി തരിക. എൻ്റെ വീട്ടിലെ അല്ലാഹു തന്ന നിഅമത്താണ്. ആൾക്കാരിങ്ങനെ കൊണ്ടുതരിക സ്വർണ്ണാഭരണങ്ങളും. ഇത്രയും സാക്ഷികളാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അത് പറ്റൂല. തൊഴിലുറപ്പിന്റെ ആൾക്ക് ഓരോരുത്തരും കൊടുന്നേ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. എന്നോട് പറഞ്ഞ ഒരു 40 നിങ്ങള് 52 ഇനി കൂടുവോ? പാവല്ലേ. ഇൻഷാ അല്ലാഹ് 2 കാല് മുറിച്ചിക്കാണ്. ഒരു കാലില്ലേ നടക്കാനും കഴിയൂല. അല്ലാഹു നമ്മൾ അവർക്കൊക്കെ കൊടുക്കുന്നതിന്റെ പ്രതിഫലം കൊണ്ട് അല്ലാഹു അപകടങ്ങളുള്ള നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ആ സഹോദരന് ഇൻഷാ അല്ലാഹ് 50,000 റുപ്യ 40 നമ്മൾ കൊടുക്കാൻ വിചാരിച്ചു. 10 റുപ്യ കൂട്ടി 50,000 റുപ്യ ഇൻഷാ അല്ലാഹ്. ഞാന് ഇങ്ങനെ കയറാൻ പറ്റില്ലല്ലോ, ഇൻഷാ അല്ലാഹ് പോകുമ്പോ തരാം കേട്ടോ. അപ്പൊ 1 ലക്ഷത്തിന്റെ ചെക്ക് സംസുദ്ധി എംഎൽഎ വരുന്നുണ്ടല്ലേ. ഇവിടെ 2 ലക്ഷം റുപ്യ ചോദിച്ചത്, അതിൽ മെച്ചം വന്നാൽ തരുമുണ്ട് അല്ലേ. അപ്പോ അത് പള്ളിക്ക് വേണ്ടിയാണ്. അതിൽ നിന്ന് ചെയ്യുന്ന പ്രതിഫലം നൂറെ ഹബീബിന്റെ മുത്തുമണികളെ നിങ്ങൾ കാണും. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ
ഖബറിലേക്ക് എത്തും. നിങ്ങൾ മരിച്ചാൽ അതിൽ നിന്ന് വുളൂ ചെയ്യുന്നതിന്റെ പ്രതിഫലം അത് എത്തുന്നത് നമ്മളെ ഖബറിലേക്കാണ്. നിങ്ങൾ അറിയാതെ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് 1 ലക്ഷത്തിന്റെ ചെക്ക് MLA കൊടുത്തോട്ടല്ലേ. ഇൻഷാ അല്ലാഹ് ഒലിക്ക് ഒരു കിണർ ആവശ്യമുണ്ടായിരുന്നു. അല്ലല്ല നിങ്ങൾ സേവിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. 50,000 രൂപ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. 50,000 രൂപ അതന്നെ കേട്ടോ. അപ്പൊ അതിന്റെ ഇൻഷാ അല്ലാഹ് പിന്നെ ആദ്യം ഇടും. ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രസിഡന്റിനെ ആയിക്കോട്ടെ. ഭയങ്കര ബർക്കത്തിലെ കച്ച കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടോ. അള്ളാഹു നാളെ സ്വർഗത്തിൽ ഇവരൊക്കെ പോണ കൂടെ നമ്മളെ കിടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടോ. 50,000 ഫസ്റ്റത്തെ ഗഡു 25,000 ഇനിയും കുറെ ആളുകൾക്ക് ഓഫർ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സമയമില്ല. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന പൈസ എന്തൊന്നും പിരിച്ച പൈസ അല്ല കേട്ടോ. അതൊക്കെ ബെൽക്കറിയാം. ചോറ് കൊടുക്കാൻ പറയും. ഇതൊന്നും പിരിച്ച പൈസ അല്ല. ഇതൊന്നും ഒരാളെ ഇതൊക്കെ എനിക്ക് കിട്ടുന്ന പൈസയാണ്. അതൊന്നും ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കൂല. നിങ്ങൾ തന്നത് എവിടെയും പോകില്ല. സ്ഥാപനങ്ങളായിട്ടും പള്ളിയായിട്ടും അമ്പലമായിട്ടും ഒക്കെ പോകും. ഇത്രയും അമ്പലത്തിൽ നിന്ന് പിരിവരും. ഒരു വെറുപ്പ് ഇതുവരെ കാണിച്ചില്ല. എന്നോട് ഇവിടെ പെരെടുക്കുമ്പോൾ ആൾക്കാർ പറയും താഴത്തെ അമ്പലമാണ്. അതിനെന്താ അമ്പലം ഉണ്ടായിക്കോട്ടെ. അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തേക്കും അപ്പുറത്ത് പള്ളിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിക്കാഹ് ഇൻഷാ അല്ലാഹ് നമ്മളെ കസാലൊക്കെ പുറത്തുകിടും. ഓരോരുത്തരും നമ്മൾ നിക്കാഹ് ചെയ്യട്ടോ. അള്ളാഹു ബർക്കത്ത്. നറുക്കെടുപ്പാണ് നിക്കാഹ്. ഖുതുബ നമുക്കൊന്നു പോരെ. നിങ്ങളൊക്കെ അഭിപ്രായം എന്താ? കാരണം നമ്മളെ സ്വന്തം ഇഷ്ടത്തിനൊന്നും ചെയ്യൂല. അതിനെന്റെ ശരി. നിങ്ങൾ പറയാണ് ഓരോരോ നിക്കാഹിനും ഓരോരോ ഖുതുബ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണ പോലെ. അതല്ല എല്ലാത്തിനും പാടെ ഒരു നിക്കാഹ് അതെല്ലാവരും പാടെ പറയട്ടോ. നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ എന്താ പറയണത് അതാണ് നമ്മളെ സന്തോഷം. ഇത്ര നേരങ്ങളൊക്കെ ഇരുന്ന് അള്ളാഹു ഖബൂലാക്കട്ടെ. നിങ്ങളെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ. നിങ്ങൾ പഠിപ്പിക്കുന്ന മഹല്ലിനും എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എങ്ങനെ ഉസ്താദ് പറയും? എങ്ങനെ നിങ്ങളെ അഭിപ്രായം? ഒരു ഖുതുബ മതി. നിങ്ങൾക്ക് സന്തോഷമാണ്, വിഷമമൊന്നുമില്ല. പിന്നെ ആദ്യത്തെ ഇപ്പോൾ നിക്കാഹി ഉസ്താദന്മാരിപ്പോ നമുക്ക് ഖുതുബ ആരെ പോകുക നിങ്ങൾ തീരുമാനിച്ചോട് വിചാരിച്ചിട്ടാണ്. നിങ്ങളെ ഖത്തീബാണോ? നിക്കാഹ് ഉണ്ടോ നിങ്ങൾക്ക്? ഖത്തീബുമാരെങ്കിലും ഓതോ ഖുതുബ? നിങ്ങൾക്ക് നിക്കാഹ് ഉണ്ടോ? നിക്കാഹുണ്ട്. അത് നിക്കാഹ് ചെയ്യാത്തോലും ഓതിയാൽ മതി. അതാണ് ഖൈർ. നിങ്ങൾ ഓതോ? ഒന്നും പ്രതിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയാപ്പിളമാരോട് അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ? ഈ 10,000 നിങ്ങൾ ഭാഗ്യമല്ലോല. ഇൻഷാ അല്ലാഹ് ദഫ്മുട്ടിൻ്റെ അകമ്പടി അല്ലേ, അതൊക്കെ അല്ലാഹ് തന്നൊരു നിഅമത്താണ്. പക്ഷെ എനിക്കൊരു വിഷമം എന്താ അറിയോ? ഞങ്ങളോട് 10 മണിക്ക് എത്താൻ പറഞ്ഞു. 10 കുറേ ആൾക്കാർ നേരത്തെ. അതൊരു വിഷമമായി. അതൊരു ഞാനൊക്കെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ 1 മണിക്കൂർ മുന്നേ പോകും. നമ്മളെ കാത്തൊരാളെ വെക്കരുത്. അതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾ സൽക്കാരൊക്കെ പറഞ്ഞാൽ ഉച്ചക്ക് പറഞ്ഞ വൈകുന്നേരം പോയിട്ടോ. ഉച്ചക്കനെ പോണട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളെ കുടുംബം അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അള്ളാഹു നൽകട്ടെ. പിന്നെ നിങ്ങൾ പാവപ്പെട്ട കുട്ടികളല്ല കെട്ടണത്, മനസ്സിലായോ? ഇതൊരു സമൂഹ വിവാഹം. അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട കേട്ടോ. ഓലെ ബാപ്പാർക്ക് നല്ല മുതലുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. നല്ല അൽഹംദുലില്ലാഹ് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പുതിയ പെണ്ണന്മാരോട് സംസാരിച്ച് ഇന്ന് ഞാൻ വീട്ടിൽ പെണ്ണെന്ന് കൊണ്ടുപോകണ്ടോ? നിങ്ങളൊക്കെ ഉണ്ടാവില്ല. അള്ളാഹു ബർക്കത്ത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ നിക്കാഹ് നമ്മളെങ്ങനെ നിക്കാഹ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോരുത്തരെ നറുക്കെടുക്കുകയാണ്. അതല്ല എൻ്റെ ഖൈറ് അല്ലേ? മറ്റേതിൻ്റെ ആദ്യം ചെയ്തില്ല. ആദ്യത്തെ നിക്കാഹ് ബഹുമാനപ്പെട്ട BSK തങ്ങളാണ്. തങ്ങളെ പരിചയമില്ലേ? BSKൻ്റെ പഴയ കൂട്ടുകാരനാണ്. അപ്പോൾ BSK ആണ് ഫസ്റ്റത്തെ നിക്കാഹ്.
അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പൊന്നുമോളാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നറുക്കടില്ല. അതല്ല എൻ്റെ ശരി അല്ലേ? അല്ലേ? അതാണ് എൻ്റെ ശരി. ആദ്യത്തെ വരൻ മുഹമ്മദ് ഷാജി, നിങ്ങളാണോ മുഹമ്മദ് ഷാജി അല്ലേ? വധു സുമയ്യ പർവില്ലേ? അതിന്റെ വലിയ മുസ്ലിങ്ങൾ മുസ്തഫ എന്നാണോ? അള്ളാഹു കൂട്ടും, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സമ്മതല്ലേ? അല്ലേ? നിക്കാഹ് അല്ലേ? നിങ്ങൾക്ക് സമ്മതല്ലേ? നമ്മളെ മക്കളാണ്, നിങ്ങൾക്ക് സമ്മതല്ലേ? അല്ലേ? ഇല്ല തുടങ്ങിയല്ലേ? ഇത് എന്റെ നിങ്ങൾ തന്ന മുതലാ. അപ്പൊ നിങ്ങളെ സമ്മതം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ടവരെ സഹായിച്ചവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അർഹമായ ഫضീലും അല്ലാഹു നൽകട്ടെ. അല്ലാഹു നമുക്ക് ദാരിദ്ര്യം അല്ലാഹു തരാതിരിക്കട്ടെ. ഒരാളുടെ മുന്നിൽ ചെന്നിട്ട് എന്റെ കുട്ടികളെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു പള്ളിയുടെ മുന്നിൽ ചെന്ന് കൈനീട്ടേണ്ട ഗതികേട് അല്ലാഹു നമുക്ക് ഒരാൾക്കും അല്ലാഹു തരാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും സമൂഹത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ആദ്യത്തെ നിക്കാഹിന്റെ കർമ്മം നമ്മൾ അതിന്റെ ഖുതുബ ഉസ്താദ് പേരെന്താ? അബ്ദുൽ ജലീൽ നിസാമിക്കൊപ്പം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. അവർക്കുള്ള സ്വർണ്ണാഭരണമാണ് 5 പവൻ. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ കൊടുക്കുന്നത് പുതിയാപ്പിളയും അതുപോലെ തന്നെ പുതിയണ്ണിനെയും നിർത്തിക്കൊണ്ട് അവർ 2 പേരും സാക്ഷിയാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഈ സദസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവർക്കുള്ള മുതലാ. അതല്ലേ ഇനി ശരി അല്ലേ? ഇൻഷാ അല്ലാഹ് പുതിയണ്ണിന് പുതിയാപ്പിള നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇല്ല കേട്ടോ, ഞങ്ങൾ പുതിയാപ്പിളിമാര് മാത്രം പോയിട്ട് ഇത് ഇൻഷാ അല്ലാഹ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കൈമാറുന്നതാണ്. അൽഹംദുലില്ലാഹിൽ ഹന്നാനിൽ മന്നാൻ അൽ മലികിദ് ദയ്യാൻ വാഹിബുൽ ജൂദി വൽ കറമി വൽ ഫളി വൽ ഇഹ്സാൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു شهادة أعدها للقائه نخرا وأشهد أن سيدنا ومولانا محمدا عبده ورسوله المبعوث بالإنذار والبشرى صلى الله على سيدنا محمد وعلى وأهل بيته وصحبه وسلم تسليما كثيرا كثيرا. أيها الناس أوصيكم عباد الله وإياي بتقوى الله. ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح وقال مخبرا وآمرا وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. وقال سيدنا ونبينا محمد رسول الله من تزوج بامرأة فقد أهرز ثلثي دينه فليتق الله بالثلث الباقي. وقال سيدنا محمد صلى الله عليه وسلم تنكر المرأة ل4 خصال: لمالها ولجمالها ولحسبها ولدينها واظفر بذات الدين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. നൂറെ ഹബീബിന്റെ നിക്കാഹിന് സ്വലാത്തുൽ ഫാത്തിഹയുടെ
യാസീനുണ്ട്, അതുപോലെ തന്നെ നമ്മളെ മജ്‌ലിസിൽ വിളിക്കുന്ന മഹാന്മാരുണ്ട്. നിങ്ങളെ വീട്ടിലൊക്കെ പുറത്തിറങ്ങുന്ന ആ പുസ്തകമാണ്. ഇൻഷാ അല്ലാഹ് ഇത് പ്രകാശനം ചെയ്യാണ്. ഇതിന്റെ വില 100 രൂപയാണ്. നിങ്ങൾ 200 തന്നാൽ നമ്മൾ സ്വീകരിക്കും. ഇത് ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ നമുക്ക് നേരല്ല. ഇൻഷാ അല്ലാഹ് അതിന് മുഖാന്തരം അത് അങ്ങനെയൊക്കെ നമുക്ക് ഇതാക്കട്ടോ. ഇൻഷാ അല്ലാഹ് ഇതിപ്പോ നമ്മൾ തന്നത് ശരി, എനിക്കറിയില്ല. ഒക്കെ ഞാൻ യൂസഫ് ഉസ്താദിനെ ഏൽപ്പിച്ചു. ഇതിന്റെ പ്രകാശനം ബഹുമാനപ്പെട്ട BSK തങ്ങളാണ്. അമ്മുനങ്ങളുണ്ട് അവിടെ. ഇല്ല വേറെ തങ്ങന്മാരല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത്. പെട്ടെന്ന് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആരിക്കാം. മർഹബാ മർഹബാ ഹദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മർഹബാ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة الروح وإلى حضرة محمد القدير فعليه قدس الله سره العظيم. مرحبا مرحبا وإلى حضرة الروح أجمير فتاه. مرحبا 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 وإلى حضرة القطبنا قطب السلطان سيد إبراهيم بطشات. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إلى حضرة أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. وإلى حضرة حمزة القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة ذو القرنين وإلى حضرة آمنة بيبي وإلى حضرة يسر رضي الله تعالى عنه وإلى حضرة عادرة بيبي وإلى حضرة ميمونة بيبي وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الكبرى أمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. حضرة موسى كلم الله وعيسى روح الله وإبراهيم خليل الله وإلى حضرة يعقوب نبي عليه السلام وإلى حضرة أيوب نبي عليه السلام وإلى حضرة داوود نبي عليه السلام وإلى حضرة جبريل عليه السلام. مرحبا. وإلى حضرة المرسلات كوية تنقل بابا وإلى حضرة المرسلات متروية تنقل بابا وإلى حضرة إبراهيم مصرفو كوية تنقل بابا وإلى حضرة رجال بسيد ذيكم يبيبي وإلى حضرة رجال بسيدات بيبي. مرحبا. وإلى حضرة كابدر بابا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات. എല്ലാവരും നിന്റെ കരങ്ങളോ ഖാലിഖായ പടച്ചറബിന്റെ അനുഭവം ഉണ്ടായി ഈ 10,000 സാക്ഷിയാക്കിക്കൊണ്ട് പറയാണ് നമുക്കൊരു അങ്ങക്കെന്തിന് ആഗ്രഹം ഉണ്ടാവും? ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ? ദുനിയാവിൽ എന്തെങ്കിലും ആഗ്രഹം? ആർക്കൊന്നുമില്ല. ഈമാൻ കിട്ടി മരിച്ചിട്ടുണ്ട്. എന്നാ എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്. അതിനൊക്കെയുള്ള ആഗ്രഹം അല്ലാഹു നിങ്ങൾക്കും തരട്ടെ. നമുക്ക് ഹജ്ജ് ചെയ്യണം, അതെ, നമുക്ക് ഉംറ ചെയ്യണം. മാ ബൈന ബൈതി വ മിൻബറി റൗദത്തുൻ മിൻ ദിയാറിൽ ജന്ന. അവിടെ നമുക്ക് ചെല്ലണം. അവിടെ അല്ലാഹുവിന്റെ റസൂലിനോട് നമുക്ക് സലാം പറഞ്ഞ് ദുആ ചെയ്യണം. അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വന്നിട്ട് അല്ലാഹു നമുക്ക് അവിടുന്ന് റൂഹിനെ പിടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ കലിമ ചൊല്ലിത്തരണം. വേണ്ടേ? അവിടെ നിന്ന് മരിക്കണം. ലോകത്തിലെ ഈ ഭൂമിയിലെ സ്വർഗമായ ജന്നത്തുൽ ബഖീൽ നമ്മളെ മറവ് ചെയ്യണം. വേണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ പൊന്നാര മകൾ ഫാത്തിമ ബി എന്ത് വിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖീൽ നമ്മളെ മറവ് ചെയ്യണം. വേണ്ടേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികളാണ്. അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പഠിച്ചോനെ, ഇതിലേക്ക് സ്വർണ്ണാഭരണം ഒരുപാട് പേര് പൈസ സ്വർണ്ണാഭരണമൊക്കെ തന്നവരുണ്ടല്ലോ. നീ വെറുതെ ആക്കല്ല അല്ലാഹ്. വെക്കത്തൊക്കെ ഇരുന്നോളൂ കേട്ടോ. എന്റെ കരങ്ങളും കേട്ടോ. ഈ സ്വലാത്ത് കൊണ്ട് ദുനിയാവിലും അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. നാളെ ആഖിറത്തിലും അല്ലാഹു സന്തോഷം നൽകട്ടെ കേട്ടോ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول الله يا رسول الله. الصلاة والسلام عليك يا سيدي عليك يا سيدي يا حبيب الله يا حبيب الله. الصلاة والسلام عليك يا سيدي عليك يا سيدي يا خليل الله يا خليل الله. الصلاة والسلام عليك يا سيدي عليك يا سيدي يا نبي الله يا نبي الله. الصلاة والسلام عليك يا سيدي عليك يا سيدي يا صفي الله يا صفي الله. الصلاة والسلام عليك يا سيدي عليك يا سيدي يا خير خلق الله يا خير خلق الله.
اختاره الله يا من اختاره الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من أرسله الله يا من زينه الله يا من زينه الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من شرفه الله يا من شرفه الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من كرمه الله كرمه الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من علمه الله يا من علمه الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا سيد المرسلين يا سيد المرسلين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول رب العالمين يا رسول رب العالمين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول الله يا رسول الله അല്ലാഹ് ഒരുപാട് പേർക്ക് അലർജി രോഗങ്ങളാണ്. മൂക്കിൽ ദശയുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാ 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 തൊണ്ടയിൽ മുളയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, PCOD ഉള്ളവരുണ്ട്, തൈറോയ്ഡ് ഉള്ളവരുണ്ട്, നെഞ്ചുവേദന വന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസമുട്ടുള്ളവരുണ്ട്, വയറ്റിൽ മുളയുള്ളവരുണ്ട്, വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, അൾസറിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വാൾവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹ് വയറ്റിൽ വലിയ പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭാശയത്തിൽ മുഴകളുള്ളവരുണ്ട്, ഗർഭാശയത്തിൽ കുമിളകളുള്ളവരുണ്ട്, ഗർഭാശയത്തിൽ രക്തം കട്ടുപിടിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹ് മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, മൂത്രത്തിന് കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, മലദ്വാരത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്. അല്ലാഹ് പൈൽസിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ടുവേറുള്ളവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, അപസ്മാരമുള്ളവരുണ്ട്, മാനസിക രോഗങ്ങളുള്ളവരുണ്ട്. വെള്ളപ്പാണ്ടുള്ളവർക്ക് പടച്ചവനെ ശിഫ നൽകണമല്ലോ. അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് ഒരാൾക്കും നീ തരല്ല റബ്ബേ. അല്ലാ പേർക്ക് പ്രഷർ രോഗങ്ങളുള്ളവരുണ്ട്, പ്രഷർ വന്ന് തളർന്ന് പോയവരുണ്ട്, ഷുഗർ രോഗങ്ങളുള്ളവരുണ്ട്. ശിഫ നൽകണമല്ലോ, കാമിലായ ശിഫ നൽകണമല്ലോ. അല്ലാഹുവേ ഞങ്ങൾപ്പെട്ട ഒരുപാട് പേര് ഡോക്ടർമാരെ കാണിച്ചിട്ട് പല ജാതി രോഗത്തിന് മരുന്ന് കുടിക്കുന്നുണ്ട്. ഞങ്ങൾ കുടിക്കുന്ന മരുന്നിൽ ശിഫ നൽകണമല്ലോ. ഞങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ബറക്കത്ത് നൽകണല്ലോ. ഡോക്ടർമാരുണ്ട്, പിഴവ് കൊടുക്കല്ല റബ്ബേ. അല്ലാ 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 പെട്ടെന്നുള്ള മരണങ്ങളെ തരല്ല അല്ലാ. ഞങ്ങളെ മജ്‌ലിസിന് പൈസ തന്നവരന് സഹായിക്കണല്ലോ. ഞങ്ങളെ മജ്‌ലിസിന് സ്വർണം തന്നവരുണ്ട്, അവർക്ക് സഹായിക്കണല്ലോ. തരാത്തവർക്ക് ബറക്കത്ത് നൽകണല്ലോ. സഹായിച്ചവർക്ക് ദാരിദ്ര്യം കൊടുക്കല്ല അല്ലാ. ഒരു രൂപ പോലെ, ഒരു രൂപ മുതല് 3 ലക്ഷം വരെ തന്നവരുണ്ട്, സ്വർണ്ണാഭരണം തന്നവരുണ്ട്. അവിടെ പേരും അഡ്രസ്സും അല്ലാ നിനക്കറിയാമല്ലോ. അല്ലാഹുവേ അവർക്ക് സങ്കടങ്ങൾ കൊടുക്കല്ലോ. നാടിന് ബറക്കത്ത് നൽകണല്ലോ. അല്ലാ എല്ലാവർക്കും സന്തോഷം നൽകണല്ലോ. അല്ലാ നൂറെ ഹബീബിന്റെ മുത്തുമണികളിന് പരാജയപ്പെടുത്തുന്ന റബ്ബേ. ഈ
മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെ ഖബറിനെ വിശാലമാക്കണമല്ലോ. എല്ലാവരുടെ ഖബറിലേക്ക് റഹ്മത്തിന്റെ മലക്കിനിറക്കി കൊടുക്കണമല്ലോ. പ്രവാസികളുടെ രോഗങ്ങള് ശിഫയാക്കി കൊടുക്കണമല്ലോ. പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണമല്ലോ. പ്രവാസികൾക്ക് സന്തോഷം നൽകണമല്ലോ. അല്ലാ, ഞങ്ങളെ പെൺകുട്ടികള് കല്യാണം കഴിയാത്തവരുണ്ട്, ഒരുപാട് പേര് വലിയ പ്രായമായവരുണ്ട്, ഒരു ഭർത്താവിന്റെ തമ്മിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഞങ്ങളെ പെൺകുട്ടികൾക്ക് ഹൈറായ ഭർത്താക്കന്മാരെ നൽകണയല്ല. ഞങ്ങളെ മക്കൾക്ക് ഹൈറായ ഭാര്യമാരെ നൽകണയല്ല. ഞങ്ങളെ മക്കളെ കെട്ടിച്ച വീട്ടിൽ ബറക്കത്ത് നൽകണയല്ല, മരുമക്കൾക്ക് ബറക്കത്ത് നൽകണയല്ല. ഞങ്ങളെ മക്കളെ കെട്ടിച്ച വീട്ടില് സന്തോഷം നൽകണയല്ല, സമാധാനം നൽകണയല്ല. അല്ലാഹു, ഒരുപാട് ഹിന്ദുക്കളായ ഞങ്ങളെ സഹോദരിമാര്, അമുസ്ലിമായ സഹോദരന്മാരുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെ. അവർക്ക് നീ ഹിദായത്ത് നൽകണല്ല, അവർക്ക് നീ ബറക്കത്ത് നൽകണല്ല. ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല, ഞങ്ങളെ മക്കളെ തമ്മാടികളാക്കല്ല. ഞങ്ങളെ മക്കൾക്ക് നല്ല സ്വഭാവം കൊടുക്കണല്ല, ചീത്ത കൂട്ടുകെട്ടുകളെ തൊട്ട് കാക്കണല്ല. ഞങ്ങളെ മക്കൾക്കൊരു ആപത്ത് നീ തരല്ലോ. അല്ലാ, സമസ്തയുടെ പ്രസിഡന്റുമാരായ ജിഫ്രി മുത്തുകോയ തങ്ങൾക്ക്, അതുപോലെ AP ഉസ്താദിന് ബറക്കത്ത് നൽകണമല്ലോ. ഒരാളെ കുറ്റം പറയേണ്ട കൽബ് തരല്ല അല്ല, ഒരാളെ വേദനിപ്പിക്കേണ്ട കൽബ് തരല്ല അല്ല. ഒരുപാട് പെൺകുട്ടികളുണ്ട് പഠിച്ചവന്, ഗർഭിണികളാണ്, സുഖപ്രസവം നൽകണമല്ല. അല്ലാഹുവേ, അംഗവൈകല്യങ്ങളുള്ള മക്കളെ തരല്ല അല്ല, ഓട്ടീസം ബാധിച്ച മക്കളെ തരല്ല അല്ല. വീട്ടിലേക്ക് വടിയില്ലാത്തവർക്ക് വടി ലഭിക്കാനുള്ള ഭാഗ്യം നൽകണമല്ല. ഒരുപാട് പേര് ജയിലിലാണ്, മോചനം നൽകണമല്ല. അല്ലാ, മോചനം നൽകണമല്ല. ഞങ്ങളെ നാടിന് ബറക്കത്ത് നൽകണമല്ല. ഞങ്ങളെ നാട്ടിലെ ഭരണാധികാരികൾക്ക് ബറക്കത്ത് നൽകണമല്ല. കടക്കാരെ കൊണ്ട് ഞങ്ങളെ വിഷമിപ്പിക്കല്ല. ഞങ്ങൾക്ക് ഒരുപാട് പേര് പൈസ തരാനുണ്ട്, തരാനുള്ള ഭാഗ്യം നൽകണമല്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ബറക്കത്ത് നൽകണയല്ല. സിഹ്റുകാരന്റെ സിഹ്റിൽ നിന്ന് കാക്കണയല്ല, കണ്ണേറുകാരന്റെ കണ്ണേറിൽ നിന്ന് കാക്കണയല്ല. എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്‌ലിസ് വീട്ടിൽ വെക്കാൻ ഈ ഭാഗ്യം നൽകണമല്ല. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണമല്ലോ. ഞങ്ങൾ ആമീൻ കബൂലാക്കണമല്ലോ. നീ വെറുതെ ആക്കല്ല റബ്ബേ. ഞങ്ങളെ സഹായിച്ചവരെ സഹായിക്കണമല്ലോ. അല്ലാ, ഞങ്ങളെ വോയിസൊക്കെ കട്ടാക്കിയിട്ട് ഞങ്ങളെ കുറിച്ച് മോശമായി പറയുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്. അത് ഷെയർ ചെയ്തിട്ട് കളിയാക്കുന്നവരുണ്ട്. ദുനിയാവിൽ പരാജയപ്പെടുത്തണല്ലോ, ആഖിറത്തിൽ പരാജയപ്പെടുത്തണല്ലോ. അഹ്ലു ബൈത്തിനെ വേദനിപ്പിക്കുന്നവര് ഉടലുറപ്പേ. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നന്മയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചൊല്ലുന്നത് സ്വലാത്താണ്, ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് സ്വലാത്താണ്. ഒരു മജ്‌ലിസിൽ ആർക്കും കുഴപ്പമില്ല, എല്ലാവരുടെയും വിഷമം നൂറെ ഹബീബാണ്. പടച്ചവനെ, ഈ നൂറെ ഹബീബിന്റെ മജ്‌ലിസിനെ ആരൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരെ നീ തകർക്കണല്ലോ. നൂറെ ഹബീബിന്റെ മജ്‌ലിസിന് ഉയർച്ചയിലെത്തണമല്ലോ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവിന്റെ റസൂല് നാളെ സ്വർഗ്ഗത്തില് ഒരുപാട് മുഅ്മിനീങ്ങളെ കാത്തിരിക്കും. ഞങ്ങളെ പേരും അതിൽ ഉൾപ്പെടുത്തണമല്ലോ. علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم أرسل وبلغ مثله ثواب ما قرأناه وما صليناه وما سلمناه. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما
محمود الذي بعثته وارزقنا شفاعته يوم القيامة إنك لا تدخل في الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تغرنا رؤيته وأوردنا عضو المورود أرحم الراحمين രാജാതി രാജനായ കരുണക്കടലായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഖബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ മജ്ലിസിലെ അല്ലാഹുവേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ അംബിയാ മുർസലീങ്ങൾ വരെ ഈ മജ്ലിസിൽ വന്ന് ആമീൻ പറയുന്ന സദസ്സാക്കണം അല്ലാഹ് പാവപ്പെട്ടവരെ നിക്കാഹ് ചെയ്ത സദസ്സാ യതീമക്കളെ നിക്കാഹ് ചെയ്ത സദസ്സാ പതിനായിരങ്ങളെ സാക്ഷ്യം വഹിച്ച സദസ്സാ ഈ മജ്ലിസിലേക്ക് സംഭാവന ചെയ്തവര് എല്ലാവരും മുറാദുകളും ഹാസിലാക്കി കൊടുക്കണമല്ലോ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ മക്കളെ കൊടുക്കല്ലോ تغفر لنا وترحمنا لنكونن من الخاسرين آمين آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم